Right. Fine. Very good morning. Good morning. Good morning. Good morning. Morning, sir. Morning, sir. Good morning. ലേറ്റായോ? ഇല്ലല്ല. Good morning. ഒരുപാട് ആളുകൾ എത്തി. താങ്ക് യു. ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമാണല്ലോ? ഹലോ. വെരി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ ടൂറിസത്തിൽ ആളുകൾ വരാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്താൽ ആളുകൾ വരുമോ? പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വലിയ രീതിയിലുള്ളൊരു ഫീഡ്ബാക്ക് ഉണ്ട് അല്ലേ? ഒന്ന് പരിചയപ്പെടുത്തുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് കുറച്ച് സമയം ഇവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ. ഓക്കെ. മുജീബ് വ്യാപാരി വ്യവസായിന്റെ സ്റ്റേറ്റ് ലീഡറാണ്. വ്യാപാരി വ്യവസായിയുടെ സ്റ്റേറ്റ് ഹെഡാണ്. ഇവിടെ ഹോം സ്റ്റേയുമായി ബന്ധപ്പെട്ട കുറേ ആളുകളുണ്ട് അല്ലേ? ഉണ്ട്. ഓക്കെ. രഞ്ജിനി ഉണ്ട്. പിന്നെ വേറെ ആളുകളുണ്ട് ഒരുപാട്. ഞാൻ റിസോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളെ ഫോൺ നിന്നിട്ട് ഒരു 25 ദിവസമായി ഒരു എൻക്വയറി ഇല്ല. അതായത് ഒരു എൻക്വയറി ഇല്ല. പടിഞ്ഞാറത്ര ടെറസ് റിസോർട്ടിലാണ്. ആ റിസോർട്ട് നല്ല ബുക്കിംഗ് ഉള്ളതായിരുന്നു. ഇപ്പൊ ഒരു ഫോൺ കോളേ വരുന്നില്ല. ഒരു ഫോൺ ആലോചിച്ച് നോക്കൂ. അത് നമ്മൾക്ക് നൽകുന്ന ഒരു ആശങ്ക ചെറുതല്ല. അത് നിരന്തരം ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്ന ഒരു ഹോട്ടലിൽ ഇപ്പോൾ ഒരു ഫോൺ കോൾ പോലും വരുന്നില്ല എന്നുള്ളത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതാണ് അതിൻ്റെ ഒരു റിയൽ പിക്ചർ അല്ലേ? അതെ. അരുൺ, ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ചുണ്ടയിൽ വയനാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ടൂറിസം ഫ്രട്ടേണിറ്റി, ടൂറിസം രംഗത്തുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് ഗോപൻ എന്നാണ്. എനിക്ക് മാനന്തവാടിയിലെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഞങ്ങളുടെ ഒരു സംഘടന വയനാട് അസോസിയേഷൻ്റെ ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ട്. എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പ്രധാന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുള്ളത്, നമുക്ക് ഇതിനകത്തൊരു തെറ്റായ ഒരു ടൂറിസം ബിസിനസ് ആണ് ഇങ്ങനെ ഒരു പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കാൻ വയനാട്ടിൽ കാരണം എന്നൊരു തെറ്റായ ഇതിൽ അതാണ്. അപ്പൊ നമ്മൾ അതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഉത്തരവാദിത്വത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കുക. നമ്മൾ രണ്ടാമത്തെ ക്യാപ്ഷനാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ടാഗ്ലൈൻ മെഡിക്കലാണെന്ന് തോന്നുന്നു. ഉത്തരവാദിത്വത്തോടു കൂടി ഉയർത്തെഴുന്നേൽക്കാം എന്നതാണ് ടാഗ്ലൈൻ അല്ലേ? ആ ദുരന്തത്തിന്റെ ഒരു ബുദ്ധിമുട്ട് വല്ലാതെ പല മേഖലകളിലും ഉണ്ട്. ഇവിടെ ക്യാമ്പ് ഉണ്ടായിരുന്നു സാർ. 125ഓളം വരുന്ന ആൾക്കാർ ഇവിടെ ചുണ്ടയില്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ കാർഷികോൽപ്പന്നങ്ങൾ തകർന്നപ്പോഴാണ് വയനാട് ടൂറിസത്തിൽ ഞങ്ങൾ ഉയർന്നു വന്ന് അതിപ്പോൾ കുറച്ച് ഡൗൺ ആയി. അത് നിങ്ങൾ കാർഷിക മേഖലയിലെ ആഘാതം, ഈ വിനോദസഞ്ചാര മേഖലയിലെ ആഘാതം, ഇരട്ടി ആഘാതം താങ്ങാനുള്ള ശേഷി വയനാടിനില്ല. ഈ മൊത്തത്തിൽ വയനാടിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് തരം താഴ്ത്തിക്കൊണ്ട് വയനാടിനെ ഇല്ലാതാക്കാൻ അതാണ് നമ്മൾ പറയുന്നത്. ദേശീയ തലത്തിലായിട്ടും ഇവിടെ ഒരു സാധാരണക്കാരന് വീടുണ്ടാക്കാൻ ഇനി കോരി, കല്ല്, മണൽ, മെറ്റൽ ഒന്നും വരില്ല. അതുകൊണ്ട് വയനാടിനെ വീണ്ടെടുക്കണം. വ്യാപാര മേഖല ഒക്കെ സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ഇല്ലാതാക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തുറന്ന് ബാക്കി ജനങ്ങൾക്കും വ്യാപാരികൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഒരു തൊഴിൽ കണ്ടെത്തണം. നമ്മളെ വല്ലാണ്ട് സഹായിക്കും. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പയിൻ മറ്റെല്ലാം മാറ്റിവെച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ മാത്രമാണ് ഇടയ്ക്ക് കൊടുക്കുന്നത്. ഈ ഒരു ആവശ്യം ജനങ്ങളുടെ മുന്നിലേക്കും സർക്കാരിന് മുന്നിലേക്കും വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര തന്നെ ഫസ്റ്റ് ഇറങ്ങി തെറ്റാലും മതിയായ കാരണം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട് ഈ ജനജീവിതം ബുദ്ധിമുട്ടുന്നത്. ഞങ്ങളത് പറയരുത്. ഒരു സാധാരണ വീട്ടമ്മയുടെ ഒരു ഫോൺ കോളിൽ നിന്നാണ് ഇങ്ങനെ ഒരു ആശയം. അതായത് ആ ഉപ്പിലിട്ട സാധനം വിൽക്കാൻ പറ്റുന്നില്ല. ആ വിൽക്കാൻ പറ്റാത്ത കാരണം കുട്ടിയെ സ്കൂളിൽ വിടാൻ പറ്റുന്നില്ല. കാരണം ഇത് വല്ലാതെ കഴിഞ്ഞ 10-15 ദിവസമായിട്ട് അവർ വല്ലാത്ത ഭീതിയിലാണ്. ആൾക്കാർ വരുന്നില്ല. ഉപ്പിലിട്ട സാധനം പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. അപ്പോൾ അത് ചെറിയൊരു കാര്യം. ഇത് പ്രേക്ഷകർ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് ചിന്തിക്കുന്നത് പോലെ ലളിതമായ ഒരു കാര്യമല്ല. കാരണം വരുമ്പോൾ തന്നെ കണ്ടാൽ ഇവിടുത്തെ അവസ്ഥ ഒന്ന് ഉണ്ടാക്കാൻ മതി. അവിടെ പല ഹോട്ടലുകളും അടഞ്ഞു കിടക്കുന്നത്. ഇത് ഏതെങ്കിലും തരത്തിൽ ഹോട്ടലുടമ സ്പോൺസർ ചെയ്ത പരിപാടിയാണെന്ന് ധരിക്കരുത്. ഹോം സ്റ്റേക്കാർ സ്പോൺസർ ചെയ്ത പരിപാടിയല്ല. കാര്യം ഒരു നാടിൻ്റെ സാമ്പത്തിക ചക്രത്തെ ഇങ്ങനെ തിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് ഇടപെടലുകൾ വേണ്ടിവരും. ഇത് പൂർണ്ണമായിട്ട് നമുക്ക് തിരികെ എത്തിക്കണം. ശനിയാഴ്ച ഇതേ ആളുകളുണ്ടാവും ഈ ശനിയാഴ്ച ഇവിടെ വയനാട്ടിൽ. അതായത് ഇത്രയും അധികം ആളുകൾ ഈ ഭാഗത്തുണ്ടാവേണ്ടതാണ്. ഒരു കുഞ്ഞിനെ കാണാനില്ല അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് നമസ്കാരം ഗോവിന്ദേട്ടാ. നമസ്കാരം. പരിചയപ്പെടുത്തിയാൽ